നോക്കൂ നിങ്ങൾ, പടച്ചവനിക്ക് ഒരുപാട് സൃഷ്ടിപ്പുകളുണ്ട്, ഒരുപാട് കഴിവുകളുള്ള മാലാഖമാർ അള്ളാന്റെ സൃഷ്ടിപ്പുകളാണ്. അള്ള പറഞ്ഞതെന്തോ അതനുസരിച്ച് മാത്രം ജീവിക്കുന്നവരാണ് മാലാഖമാർ. ഒരു മലക്കിനോട് പടച്ചോൻ റുക്കൂ ചെയ്യാനാണ് കൽപ്പന നടത്തുന്നതെങ്കിൽ ആ മാലാഖ മരണം വരെ സുജൂദിൽ റുക്കൂയിലാണ്. അല്ലെങ്കിൽ അള്ളാന്റെ മറ്റൊരു ആജ്ഞ എത്തുന്നത് വരെ ആ മാലാഖ റുക്കൂയിലാണ്. വേറൊരു മലക്കിനോട് പടച്ചോൻ പറഞ്ഞു നീ പ്രഭാഷണം നടത്തണമെന്ന്, എന്നാൽ ആ മാലാഖ അള്ളാന്റെ മറ്റൊരു ആജ്ഞ എത്തുന്നത് വരെ അല്ലെങ്കിൽ മരണം വരെ പ്രഭാഷണത്തിലാണ്. സയ്യിദ് OMS തങ്ങൾ നിസാമി എന്ന ഞാനിപ്പോൾ ആശങ്കയിലാണ്. കമ്മിറ്റി എന്നോട് താല്പര്യം അറിയിച്ചത് 9 മണിക്ക് പരിപാടി അവസാനിപ്പിക്കണം എന്നാണ്. എന്നാൽ എന്നിലേക്ക് മൈക്ക് ലഭിക്കുന്നതോ 8:15 കേവലം 3/4 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും എന്ന ആശങ്കയുണ്ട്. എന്നാൽ മാലാഖമാർക്ക് അങ്ങനെ ആശങ്കയില്ല. അള്ള പറഞ്ഞതെന്തോ അതനുസരിച്ച് മാത്രം ജീവിക്കുന്നവരാണ്. അള്ളാഹ്ക്ക് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്ന മാലാഖമാർ. അവർക്ക് തീറ്റയില്ല, കുടിയില്ല, ലൗകിക സുഖാനുഭൂതികളൊന്നുമില്ല, ഭൗതിക ചിന്താഗതികളൊന്നുമില്ലാത്ത ആ മാലാഖമാർക്ക് പടച്ചവൻ കൊടുത്തില്ല മനുഷ്യന് നൽകുന്ന ആദരവ്. അതാണ് പടച്ചോൻ പറഞ്ഞത് വലക്കത് കറംനാ ബനീ ആദമെന്ന്. ഒരുപാട് ജിന്നുകളെയും പടച്ചവൻ സൃഷ്ടിച്ചതല്ലേ. അള്ളാഹു മനുഷ്യനെ പടച്ചത്, ജിന്നുകളെ സൃഷ്ടിച്ചത് അവനിക്ക് ആരാധനാ കർമ്മം നിർവഹിക്കാനാണ്. എന്നാൽ രാജാതിരാജൻ പറയാണ്, ഈ മലക്കുകളെയും മനുഷ്യനെയും ജിന്നുകളെയും പടച്ചവൻ സൃഷ്ടിച്ചത് അവനിക്ക് ആരാധനാ കർമ്മം നിർവഹിക്കാനാണെങ്കിൽ ആ ജിന്നുകൾക്കും പടച്ചവൻ മനുഷ്യന് കൊടുക്കുന്ന ആദരവ് നൽകിയില്ല. അതാണ് പടച്ചോൻ പറഞ്ഞത് വലക്കത് കറംനാ ബനീ ആദമെന്ന്. മോണിറ്റർ ഒന്ന് തിരിച്ചു വെക്കണമെന്ന് സാന്ദർഭികമായി മൈക്ക് ഓപ്പറേറ്റർമാരോട് പ്രഖ്യാപനമാണ്. അള്ളാഹു റാഹത്ത് നൽകട്ടെ, ഖൈറിന്റെ വാതായനം അല്ല തുറന്ന് നൽകട്ടെ. ഇവിടെ ദീർഘമായി സംസാരിക്കാനുള്ള സമയമുണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. വളരെ മനോഹരമായി സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വങ്ങളുണ്ട്. പടച്ചവനെ, അവർക്ക് നന്മയുടെ വാതായനം തുറക്കണം അല്ലാ. ഈ പരിപാടി ലൈവായി മറ്റുള്ളവരിലേക്ക് ദർശിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്, അവർക്കും ഖൈർ നൽകണം അല്ലാ. ഈ ഒരു ലെഫ്റ്റ് ഭാഗത്തുള്ളതായ മോണിറ്ററും കൂടെ മാറ്റുകയാണെങ്കിൽ, എന്നിലേക്ക് തിരിച്ചു വെക്കുകയാണെങ്കിൽ അത് വല്ലാത്ത എനിക്ക് അൽഹംദുലില്ലാ റാഹത്തായിരുന്നു. മാഷാ അല്ലാ, നല്ല സൗണ്ട് സിസ്റ്റമാണ്. അള്ളാഹു അതിന് ഇടപെടുന്ന വ്യക്തിത്വങ്ങൾക്ക് ഖൈർ നൽകട്ടെ. പറഞ്ഞു വന്നത്, അള്ളാഹു നമ്മെ ആദരിച്ചത് അവനിലേക്ക് ആരാധന ചെയ്യാനാണ്. എന്നാൽ ജിന്നുകളെയും പടച്ചവൻ സൃഷ്ടിച്ചത് അവനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാൽ ആ ജിന്നുകൾക്ക് പടച്ചോൻ കൊടുത്തില്ല മനുഷ്യന് നൽകുന്ന ആദരവ്. അതാണ് പടച്ചവന്റെ അധ്യാപനം വലക്കത് കറംനാ ബനീ ആദമെന്ന്. ആദം സന്തതികളെ പടച്ചവൻ ആദരിച്ചില്ലേ? ആ വിഭാഗത്തിലല്ലേ ഞാനും നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നത്? അതിലല്ലേ പടച്ച റഹ്മാൻ നമ്മിലേക്ക് ജനനം നൽകിയത്? ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ലഭ്യമാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങള്, പ്രശ്നങ്ങള്, ആശങ്കകള്, ആവലാദികൾ എന്തൊക്കെയാണെങ്കിലോ അതിനേക്കാൾ മുകളിലാണ് ഇത്തരം അനുഗ്രഹങ്ങള്. അതുകൊണ്ട് ഈ സദസ്സിൽ വന്ന് പങ്കെടുത്തതായ മുത്തുമുഅ്മിനീങ്ങളോട് അറിയിക്കുകയാണ്, രാജാതിരാജനായ അല്ലാഹ്, നീ ആദരിച്ച മനുഷ്യ വിഭാഗത്തിൽ എനിക്ക് സ്ഥാനം നൽകി എന്ന അനുഗ്രഹത്തിന് നിന്നിലേക്ക് ഇതാ മനസ്സറിഞ്ഞുകൊണ്ട് ഞാനൊരു നന്ദി സമർപ്പിക്കാൻ എന്ന താല്പര്യത്തോടെ നമ്മളൊന്ന് പറയണം അൽഹംദുലില്ലാഹ്. ഒന്ന് പറഞ്ഞാണി. അല്ലാഹ് കബൂലാക്കട്ടെ, അല്ലാഹ് കബൂലാക്കട്ടെ. വീണ്ടും ഒരുപാട് അനുഗ്രഹങ്ങളെ പടച്ചോൻ നമ്മിലേക്ക് നൽകിയിട്ടില്ലേ? രണ്ടാമത്തെ അനുഗ്രഹം ഏതെന്നറിയോ? ഒന്നാമത്തെ അനുഗ്രഹം ഞാനും നിങ്ങളും മനുഷ്യനായി ജന്മമെടുത്തതാണെങ്കിൽ രണ്ടാമത് പടച്ചോൻ നൽകിയ അനുഗ്രഹവും വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. രാജാതിരാജൻ പറയാ, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമമായ സമുദായം, ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യരിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും നല്ല സമുദായം നിങ്ങളാണെന്ന് രാജാതിരാജനായ റഹ്മാന്റെ അധ്യാപനമാണ്. നോക്കൂ നിങ്ങൾ, പടച്ചവനിക്ക് 1,24,000-ത്തിലധികം അംബിയാ മുർസലുകളുണ്ട്, ദീനിന്റെ പ്രബോധനത്തിന് നിയോഗിക്കപ്പെട്ടവര്. അതിൽ മിക്ക പ്രവാചകന്മാർക്കും സമുദായമുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും മഹത്വമുള്ള സമുദായം ഉമ്മത്ത് മുഹമ്മദാൻ.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ. ഉമ്മത്ത് മുഹമ്മദാണ് ഏറ്റവും മഹത്വമുള്ള സമുദായം എന്ന് രാജാതിരാജനായ റഹ്മാന്റെ അധ്യാപനമാണ്. ആ സമുദായത്തിലല്ലേ ഞാനും നിങ്ങളും എത്തപ്പെട്ടത്. മഹാനായ കലീമുല്ലാഹി മൂസ, മഹാനായ കലീമുല്ലാഹി മൂസ, ഇത് കോഴിക്കോടുള്ള MIT മൂസ അല്ല, അള്ളാന്റെ പ്രവാചകൻ മൂസയാണ്. അപ്പോൾ അലൈഹിസ്സലാം പറയാം, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോട് പരിഭവം പറഞ്ഞില്ലേ, രാജാതിരാജനായ അല്ലാഹ് നീ എന്നെ കലീമുല്ലാ എന്ന സ്ഥാനം നൽകി ആദരിച്ചിട്ടുണ്ട്. തൗറാത്ത് നൽകിയിട്ടുണ്ട്, ഉലുൽ അസ്മിൽ സ്ഥാനം നൽകിയിട്ടുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ മഹത്വത്തെക്കാളൊക്കെ ഞാൻ വലിയ മഹത്വമായി കാണുന്നത് എൻ്റെ താല്പര്യം ഉമ്മത്ത് മുഹമ്മദിൽ സ്ഥാനം ലഭിക്കലാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നബിയായതിൽ എൻ്റെ സന്തോഷം വല്ലാത്ത സന്തോഷമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ എൻ്റെ താല്പര്യം ഉമ്മത്ത് മുഹമ്മദിൽ സ്ഥാനം ലഭിക്കലാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാരാ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഉമ്മത്ത് മുഹമ്മദിൽ എനിക്ക് സ്ഥാനം കിട്ടിയാൽ മതി എന്നാ. ഞാൻ മുഹമ്മദ് ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നല്ല പറഞ്ഞത് മൂസ അലൈഹിസ്സലാം. ഉമ്മത്ത് മുഹമ്മദായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് കലീമുള്ള എന്ന സ്ഥാനപ്പേര് ലഭിച്ചതോ തൗറാത്ത് ലഭിച്ചതോ അല്ലെങ്കിൽ ഞാനൊരു നബിയായതോ ഇത്രത്തോളം മഹത്വമുള്ളതല്ല. ഉമ്മത്ത് മുഹമ്മദിൻ്റെ അത്ര തന്നെ മഹത്വം ഇതൊന്നും എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞത് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമല്ലേ. ആ സമുദായത്തിലല്ല ഞാനും നിങ്ങളും അകപ്പെട്ടത്. ഞാനും നിങ്ങളും മൂസ അലൈഹിസ്സലാം ആഗ്രഹിച്ച സമുദായത്തിലല്ലേ എത്തിയത്. പിന്നെ എന്തിനാ പറയാൻ മടിക്കുന്നത്? അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള സ്ഥാനം. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ടൊന്നും കൂടെ പറയണം നമ്മൾ ഈ അനുഗ്രഹം നൽകിയ രാജാതിരാജനിലേക്ക് അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ പറയാൻ മടിക്കരുത്. പിന്നെയും ഒരുപാട് അനുഗ്രഹങ്ങളെ പടച്ചോൻ നമ്മിലേക്ക് നൽകിയില്ലേ. മൂന്നാമത്തെ അനുഗ്രഹം ഏതെന്നറിയോ? ഈ പരിപാടി ലൈവായി പല വ്യക്തിത്വങ്ങളും കാണുന്നുണ്ടെങ്കിൽ പോലും ലൈവായി സദസ്സിൽ പങ്കെടുക്കാൻ നമ്മയല്ലേ പടച്ചോന് അനുഗ്രഹിച്ചത്. ഇവിടെ എത്താൻ നമ്മയല്ലേ പടച്ചോന് അനുഗ്രഹിച്ചത്. ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ സംഘാടകർ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കസേര നേരത്തെ നിരത്തി വച്ചത്. എന്നാൽ പങ്കെടുത്തവർ എത്ര മഹോന്നതർ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. പറഞ്ഞു വന്നത് ഒരുപാട് ആളുകൾ ഭൂലോകത്ത് തന്നെ ജീവിച്ചിരിപ്പില്ലല്ലോ. അവർ നമുക്ക് മുമ്പേ വിട പറഞ്ഞവരല്ലേ. മരണമെന്ന മഹാപ്രതിഭാസത്തിന് കീഴടങ്ങിയവരല്ലേ. എന്നാൽ മറ്റു ചില വ്യക്തിത്വങ്ങളോ അവർ ഭൂലോകത്തുണ്ട്. പക്ഷേ അവർക്ക് ഈ സദസ്സിൽ വന്ന് പങ്കെടുക്കാൻ ശാരീരികമായ അസ്വസ്ഥതയാണോ, മാനസികമായ പ്രയാസങ്ങളാണോ, അതോ സാമ്പത്തികമായ പ്രതിസന്ധികളാണോ, ഏത് കാരണമാണെങ്കിലോ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുമാർ നമ്മൾ ഈ സദസ്സിൽ എത്തിയില്ലേ. പടച്ചോൻ നൽകിയ വലിയ അനുഗ്രഹമല്ലേ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കണം. ഈ സദസ്സിൽ വന്ന് പങ്കെടുക്കാൻ എന്നെ സൗഭാഗ്യത്തോടെ അനുഗ്രഹിച്ച അല്ലാഹ്, നിന്നിലേക്ക് ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് സമർപ്പിക്കാണ്. നന്ദിയുടെ വചനങ്ങൾ എന്ന താല്പര്യത്തോട് ഒരിക്കൽ കൂടെ നമ്മുടെ നാവൊന്ന് ചലിക്കണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇപ്പം എന്നോട് അബ്ദുള്ള കുണ്ടറ ഉസ്താദ് പറഞ്ഞത്, ഞാനൊരു പക്ഷേ മജ്ലിസിലേക്ക് വരുന്നില്ല, കാരണം തങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ നൂലാമാലയിൽ ഞാൻ അവിടുന്ന് തന്നെ ട്രെയിന് കയറിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയും TT-നോട് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ടിക്കറ്റ് കൺഫേം ആക്കി തരട്ടെ എന്ന ചിന്തയിലായിരുന്നു. പക്ഷേ അല്ലാഹു അദ്ദേഹത്തിൻ്റെ മനസാന്തരങ്ങളിൽ അതിനേക്കാൾ മഹത്വം ഈ മജ്ലിസാണ് എന്നതായ ചിന്ത നൽകിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയില്ലേ. അതുപോലെ ബഹുമാന്യരായ അബ്ദുസ്സമദ് മാസ്റ്ററും കുടുംബവും ഒക്കെ മറ്റുള്ള ദാരിമി ഉസ്താദ് അടക്കമുള്ളവർ ഇവിടെ എത്തിയില്ലേ. അല്ലാഹു ഖൈറിന്റെ വാതായനം തുറന്നു നൽകട്ടെ. അതോട് സംസാരിക്കാനൊന്നും കൂടുതൽ സമയമല്ല. ഇൻഷാ അല്ലാഹ് 9 അവസാനിപ്പിക്കണം. അല്ലാഹു റാഹത്തിലാക്കട്ടെ.
പറയാനുള്ളത് അല്ലാഹ് ചെയ്ത അനുഗ്രഹത്തിന് അവനോട് നന്ദി പറയുക എന്നതാണ്. ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്ന മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, അവർ അല്ലാഹുവിലേക്ക് ഹംദ് പറയാൻ വലിയ താല്പര്യത്തോടെ സദാസമയം ഇടപെട്ട വ്യക്തിത്വമല്ലേ. മഹാനുഭാവന്റെ മജ്‌ലിസിലേക്ക് അതാ ഒരു വ്യക്തിത്വം വരികയാണ്. എന്നിട്ട് പറയാണ്, അല്ലയോ ഷെയ്ഖ് അവറുകളെ, അങ്ങയുടെ ചരക്ക് കപ്പൽ ഇതാ മുങ്ങിത്താഴ്ന്നിട്ടുണ്ട് കടലില്, അങ്ങയുടെ ചരക്ക് കപ്പൽ കടലിൽ മുങ്ങിത്താഴ്ന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹാനായ ഷെയ്ഖ് അവറുകൾ കൺചിമ്മിക്കൊണ്ട് തല അല്പം താഴ്ത്തിയിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞിട്ട് തല ഉയർത്തിയിട്ട് കൺ തുറന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അൽഹംദുലില്ലാഹ്. അല്പസമയം കഴിഞ്ഞ് അതേ വ്യക്തി തന്നെ തിരിച്ചു വന്നുകൊണ്ട് ഷെയ്ഖ് അവറുകളോട് പറയുകയാണ്, നിങ്ങളുടെ ചരക്ക് കപ്പലല്ല താഴ്ന്നത്, മറ്റാരുടെയോ ചരക്ക് കപ്പലാണ്. ഉടനെ തന്നെ മഹാനവറുകൾ തല താഴ്ത്തുകയാണ്, കണ്ണു ചിമ്മുകയാണ്. അല്പസമയം കഴിഞ്ഞ് തല ഉയർത്തിയിട്ട് കണ്ണു തുറന്നുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്. ഷെയ്ഖ് അവറുകളോട് ചോദിക്കപ്പെട്ടു, അങ്ങയുടെ കപ്പലാണ് മുങ്ങിയതെന്നറിഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്, അങ്ങയുടെ കപ്പലല്ല മുങ്ങിത്താഴ്ന്നതെന്നറിഞ്ഞപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള പ്രചോദനം എന്താണ്? ഉടനെ മഹാനായ ഷെയ്ഖ് അവറുകൾ പറയുകയാണ്, എൻ്റെ മനസാന്തരങ്ങളിൽ നിന്ന് അല്ലാഹ് എന്ന ചിന്ത അസ്തമിക്കുന്നത് എനിക്ക് ബേജാറാണ്. അല്ലാഹ് എന്ന ചിന്ത എൻ്റെ മനസാന്തരങ്ങളിൽ നിന്ന് അസ്തമിക്കുക എന്നത് എനിക്ക് വല്ലാത്ത ആശങ്കയാണ്. അതുകൊണ്ട് എൻ്റെ ചരക്ക് കപ്പലാണ് മുങ്ങിയതെന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സകത്തിലേക്ക് ഞാനൊന്ന് നോക്കിയതാണ്, ആ ചരക്ക് കപ്പൽ മുങ്ങിയതിന് ബേജാറുണ്ടോ എന്ന്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് മാറിയോ എന്ന നോട്ടം ഞാൻ നോക്കുമ്പോൾ പടച്ചവന്റെ ചിന്താഗതി എൻ്റെ മനസ്സിൽ നിന്ന് മാറിയില്ല എന്ന ബോധ്യം എനിക്കുണ്ടായപ്പോൾ അതിന് അനുഗ്രഹിച്ച പടച്ചവനിലേക്ക് ഹംദ് പറഞ്ഞതാണ്, അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് ശുക്ർ പറഞ്ഞതാണെന്ന് മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. നമ്മൾ മഹാനവർകൾ അനുസ്മരിക്കുന്ന സമയം കൂടിയാണല്ലോ. ഒരു ഓട്ടപ്പാച്ചിലേ ഇപ്പൊ സാധ്യമാവുള്ളൂ. ഇൻഷാ അല്ലാഹ് പ്രഭാഷണം ദീർഘാക്കാൻ സാധിക്കൂല, ചരിത്രങ്ങൾ പറയാനൊന്നും സമയമല്ല. അല്ലാഹ് റാഹത്ത് നൽകട്ടെ, അല്ലാഹ് റാഹത്ത് നൽകട്ടെ. ഒന്നും കൂടെ അല്ലാഹ് റാഹത്ത് നൽകട്ടെ. ബിഹഖ് നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കട്ടെ റഹ്മാൻ. മഹാനവർകളോട് ചോദിച്ചു, രണ്ടാമത്തെ ഹംദെന്തിനാ? മഹാനവർകൾ മറുപടി നൽകി, രണ്ടാമത് എൻ്റെ ചരക്ക് കപ്പലല്ല താഴ്ന്നത് എന്നറിഞ്ഞപ്പോ എൻ്റെ മനസാന്തരങ്ങളിലേക്ക് ഞാനൊന്ന് നോക്കി, ഹൃദയത്തിലേക്കൊന്ന് നോക്കി. കാരണം എന്തെന്നറിയോ, ആ ചരക്ക് കപ്പൽ എൻ്റെതല്ല എന്നറിഞ്ഞതിൽ എനിക്ക് ആഹ്ലാദമുണ്ടോ സന്തോഷമുണ്ടോ എന്നെൻ്റെ മനസ്സിലേക്ക് നോക്കിയതാണ്. അല്ലാഹ് എന്ന ചിന്ത എൻ്റെ മനസാന്തരങ്ങളിൽ നിന്ന് അസ്തമിച്ചിട്ടുണ്ടോ എന്നൊരു നോട്ടം നോക്കിയതാണ്. എന്നാൽ എൻ്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് അല്ലാഹ് എന്ന ചിന്ത അസ്തമിച്ചില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആ അനുഗ്രഹം നൽകിയ പടച്ചവനിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഹംദ് പറഞ്ഞതാണ്. അതാണ് രണ്ടാമത് അൽഹംദുലില്ല പറഞ്ഞതെന്ന്. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ശുക്രിന്റെ വചനം പറഞ്ഞിട്ട് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവർ മറുപടി നൽകുകയാണ്. മഹാനവറുകൾ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ആ മാതൃക പിൻപറ്റുക എന്നതാണ് അഭികാമ്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വന്നത് അല്ലാഹ് ചെയ്ത അനുഗ്രഹത്തിന് അവനോട് നന്ദിയുള്ളവരാവണം നമ്മൾ. അതാണ് സദസ്സിലേക്ക് നൽകാനുള്ള ഒന്നാമത്തെ സന്ദേശം. പടച്ചോൻ ചെയ്ത അനുഗ്രഹത്തിന് മനസ്സറിഞ്ഞിട്ട് അവനോട് നന്ദി പറയാൻ തയ്യാറാവണോ. രണ്ടാമത്തെ സന്ദേശം മാഷാ അല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ മനപ്പാടമാക്കിയ ഏതാനും വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണല്ലോ. അവർക്ക് നമ്മൾ മൊമെന്റോ കൊടുത്തു, വലിയ സ്നേഹ ഊഷ്മളമായ ആദരവ് നൽകുകയുണ്ടായി. എന്നാൽ ഈ ആദരവിന്റെ കബൂലിയത്ത് ഏതെന്നറിയോ? അൽഹംദുലില്ലാഹ്, പ്രസിഡന്റ് അവരുടെ അധ്യക്ഷതയിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്, പ്രശംസിക്കുകയാണ്. കാരണം എന്തെന്നറിയോ? സ്വർഗമാണ് ഏറ്റവും അനുഗ്രഹമാകുന്ന വീട്. സ്വർഗമാണ് ഏറ്റവും അനുഗ്രഹമാകുന്ന വീട്. ഓരോരുത്തരും ലക്ഷ്യം വെക്കുന്നത് സ്വർഗീയ ലോകത്തെനിക്ക് സ്ഥാനം ലഭിക്കണം എന്നാണ്. ആ സ്വർഗീയ ലോകത്ത് സ്ഥാനം
ലഭിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആ സ്വർഗത്തിന് വ്യത്യസ്തമായ തട്ടുകളുണ്ട്, പദവികളുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മടി കാണിക്കരുത്. മഹാനായ മുത്തുനബി പറയാ, സ്വർഗത്തിന് ഒരുപാട് തട്ടുകളുണ്ട്, പദവികളുണ്ട്, സ്ഥാനത്താലുള്ള മാളികകളുണ്ട്. അതിൽ ഏറ്റവും വലിയ തട്ട് ഏതെന്നറിയോ? ജന്നാത്തുൽ ഫിർദൗസാണ്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. ജന്നാത്തുൽ ഫിർദൗസാണ് ഏറ്റവും മഹത്വമുള്ള സ്വർഗത്തിലെ പദവി എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, എന്നാൽ ആ ജന്നാത്തുൽ ഫിർദൗസിലെ അനുഭൂതികൾ പോലും മറക്കുന്നൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം ഏതെന്നറിയോ? ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അള്ളാന്റെ ലിഖാഅ് ദർശിക്കുന്നതായ സന്ദർഭമാണ്. അള്ളാന്റെ ലിഖാഅ് കാണുമ്പോ യഥാർത്ഥ രൂപത്തിൽ സിട്ടാവായ അള്ളാനെ നമ്മൾ കാണുമ്പോ നമ്മൾ സ്വർഗീയ അനുഭൂതിയൊക്കെ മറക്കുമത്രേ. അള്ളാനെ കണ്ടതിൽ വല്ലാത്ത ആഹ്ലാദമുണ്ടാകുമത്രേ. സ്വർഗീയ ലോകത്ത് ഇത് പറഞ്ഞതാരെന്നറിയോ? ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നല്ലവണ്ണം സദസ്സൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ മക്കളെ ആദരിച്ചത് ചില്ലറ കാര്യമല്ല, വലിയ ആദരവ് അല്ലാഹു നൽകാൻ കാരണമാണ്. അവർക്കൊരു മൊമെന്റോ കൊടുത്തത് വലിയതായ ആദരവ് തന്നെയാണ്. എന്താണ് കാരണമറിയോ? ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ കാന യർജൂ ലിഖാ അല്ലാഹ്, ആർക്കെങ്കിലും അല്ലാഹുവിന്റെ ലിഖാഅ് കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, സ്വർഗീയ ലോകത്ത് ഏറ്റവും അനുഭൂതിയുള്ള കാര്യം അല്ലാഹുവിന്റെ ലിഖാഅ് ദർശിക്കലാണെങ്കിൽ, ആ അല്ലാഹുവിന്റെ ലിഖാഇനെ ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യമുണ്ടോ? ഫൽയുക്രിം അഹ്ലല്ലാഹ്, അവർ അല്ലാഹുവിന്റെ അഹ്ലുകാരെ ആദരിക്കട്ടെ, അല്ലാഹുവിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കട്ടെ എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അല്ലാഹ്ക്ക് അഹ്ലുകാരുണ്ടോ? അല്ലാഹ്ക്ക് കുടുംബക്കാരുണ്ടോ? അല്ലാഹുവിന്റെ അഹ്ലുകാരെ ആദരിക്കണം എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാര്? അല്ലാഹ്ക്ക് കുടുംബങ്ങളുണ്ടോ എന്ന് ഹബീബിനോട് സ്വഹാബാക്കൾ ചോദിക്കുമ്പോ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നഅം, അതെ, അല്ലാഹ്ക്ക് അഹ്ലുകാരുണ്ട്. ആരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാർ? അല്ലദീന യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതുന്നവരാണ്, ഖുർആൻ പഠിക്കുന്നവരാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ ഉസ്താദുമാർക്ക് ഇവിടെ വന്നിരിക്കാം, കാരണം അവിടെ സീറ്റില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് കസേര കൊടുത്താലും മതി. അള്ളാഹു അവരുടെ ഇൽമിൽ ബറക്കത്തും വർധനവും കൊടുക്കട്ടെ. എല്ലാവരും ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നില്ല, കാരണം ഞാനിവിടെ അത്യാവശ്യം നിങ്ങൾക്ക് കാണുമാറി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അതൊക്കെ കോട്ടൊക്കെ ധരിച്ച് മേലാറ്റൂരിൽ നിന്ന് വന്നിട്ടാണ്. അല്ലാഹ് റാഹത്തിൽ അസ്സയ്യിദ് എന്ന പ്രയോഗം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു സമക്കാട്, അസ്സയ്യിദ് എന്നെ കൊടുക്കരുത്, സയ്യിദ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അസ്സയ്യിദ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് കുഴപ്പമില്ല, ഏതായാലും കൊടുത്തുപോയി എന്ന് പറഞ്ഞു. അതെനിക്ക് കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു റാഹത്തിലാകട്ടെ. എനിക്ക് ആളെ നേരിട്ട് കണ്ട് പരിചയം ഉണ്ടായിരുന്നില്ല, അതാണ് വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ആരാ വന്ന. പക്ഷേ അൽഹംദുലില്ലാഹ് ഈ ഒരു പരിപാടിന്റെ താല്പര്യം എത്രയെന്നറിയാം. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ പ്രോഗ്രാമിലാണെന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ഈ പരിപാടിയെ കുറിച്ചാ സംസാരിക്കാനുള്ളൂ. അള്ളാഹു അവിടുത്തേക്ക് ആയിരം ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കട്ടെ. അവർക്ക് പ്രചോദനം നൽകുമാറി ഇടപെടുന്ന കമ്മിറ്റി ഭാരവാഹികളുണ്ട്, മറ്റു സ്വാഗത സംഘ ഭാരവാഹികളുണ്ട്, പ്രത്യേകിച്ച് ഇവിടുത്തെ ഇസ്ലാമിന്റെ ചൈതന്യങ്ങളായ യുവ സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. മുഹമ്മദിൻ. അപ്പൊ അള്ളാന്റെ ലിഖാ ആർക്കാ കാണാ മക്കളെ? അള്ളാന്റെ ലിഖാ ആരാ കാണാ? ആരാണ് അള്ളാന്റെ ലിഖാനെ കാണുന്നത്? അല്ലദീന യഖറഊനൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവരെ അല്ല, ആ ഖുർആൻ പഠിച്ചവരെ ആദരിച്ചവർക്ക് അല്ലാഹുവിന്റെ ലിഖാ കാണാൻ താല്പര്യത്തോടെ പ്രതീക്ഷിക്കാം എന്ന് ഹബീബ് അപ്പൊ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ ഈ മക്കൾക്ക് കിട്ടുന്നതോ? മക്കൾ, ഈ ഖുർആൻ ഓതുന്ന മക്കളെ ആദരിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ലിഖാ ദർശിക്കാൻ അവസരം അല്ലാഹു നൽകുക. അപ്പൊ ഈ മക്കൾക്കോ? വിട്ടുപോകരുത് മക്കളെ, ഒരിക്കലും ഖുർആൻ പഠിച്ചത് വിട്ടുപോകരുത്. അള്ളാഹു നിലനിർത്താൻ തൗഫീക്ക് നൽകട്ടെ. അപ്പൊ പ്രസിഡന്റ് അവർകളും തീർച്ചയായും തീരുമാനിച്ചോളി, സ്വർഗത്തിൽ അള്ളാഹു
റളിയല്ലാഹുവിന്റെ നിക്കാഹ് കാണാൻ ഈ ഒരു ആദരവിന്റെ ചടങ്ങ് കാരണമാണ്. ഇവിടെ പങ്കെടുത്ത നമുക്കും അങ്ങനെ നിക്കാഹ് ദർശിക്കാൻ ഇത് കാരണമാണ്. കാരണം ഹാഫിളീങ്ങളെ ആദരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ താല്പര്യത്തോടെ ഇവിടെ എത്തിയവരല്ലേ. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതോ